കമ്പേ കുത്തി നടക്ക്, കമ്പേ പിടിച്ചോ പാപ്പാടെ. കഷ്ടപ്പെട്ട് പറക്കുവോ എന്റെ ദൈവമേ. ഞാനും പപ്പായും കുഞ്ഞും കൂടെ ഞങ്ങളുടെ പറങ്ങാണ്ടി ആയിട്ടുണ്ട്. അങ്ങ് മലയിൽ ഞങ്ങൾ പറങ്ങാണ്ടി പറക്കാൻ പോവാ. ഞങ്ങൾ കാണിച്ചു തരാം അല്ലേടാ. വരൂ ഗൈസ് എന്ന് പറ. ഇങ്ങോട്ട് നോക്കി പറയടാ. പോവാ, നടക്കണം. അങ്ങ് മണ്ട വരെ നടക്കണം. പറങ്ങാണ്ടി പറക്കാൻ വേണ്ടി കൂടെ എടുത്തിട്ടുണ്ട്. കൂട വെട്ടമ്പം ഒട്ടുവാലിടുന്ന കൂടെയാണ് ഇത്. വേണ്ട കൂടെ ഒരാളും കൂടെ ഉണ്ട്. ഇന്നത്തെ അതിഥിയാണ്, പുതിയ അതിഥിയാണ്. ഞങ്ങൾ ഇതുവഴിയാണ് പോകുന്നത്. ആ അവിടെ പോത്തിനെ കെട്ടുന്നേ. എന്തോ ഒരു കയറ്റവാ. പോത്ത് അവിടെ നീപ്പുണ്ട്, അതിനെ കണ്ടിട്ടാ പറഞ്ഞേ. അപ്പന്മാരും വരുന്നുണ്ട്. നിങ്ങൾ വരുന്നുണ്ടോ? ആഹാ, പശുവിനെ കെട്ടുന്ന കൂട്ടിലാണോ പാപ്പ പോത്തിനെ കെട്ടുന്നേ? കൊള്ളാലോന്ന്. ഇയോളാ എന്തോ പരിപാടിയായി പാപ്പ. ആ അങ്ങനെ ഞങ്ങളുടെ പറമ്പിക്കൂടി ഇതുവഴിയൊക്കെ ഞാൻ സാധാരണയായിട്ട് പോകുന്നതാണ് കേട്ടോ. അവളുടെ കുറെ സംശയങ്ങളുണ്ട്. ഇതെന്തോ പാപ്പ ബൾബ് കാണിച്ചിട്ട്? ഇതെന്തോ പാപ്പ? അതെന്തോ പാപ്പ? പാത്രം എന്തോ പാപ്പ ഇവിടെ തൂത്തി വെച്ചേക്കുന്നത്? പറ, എല്ലാത്തിനും ഉത്തരം പറ. മാവിലൊക്കെ മാങ്ങ ആയിട്ടുണ്ടേ. ഇഷ്ടംപോലെ മാങ്ങ ആയി നിപ്പുണ്ട്. എടാ മേളോട് നോക്കടാ, മാങ്ങ നിൽക്കുന്നുണ്ടോ? കണ്ടാ? മാങ്ങ ആയിട്ടുണ്ട്. പശുങ്ങളുണ്ടല്ലോ, എല്ലാം പൊഴിഞ്ഞ് താഴെ വീഴുവാണേ. ആ ചുവട്ടി കാണൂടാ മാങ്ങ പറക്കാൻ. വേണ്ട, ഞങ്ങൾക്കൊരു മാങ്ങ ഇപ്പൊ കിട്ടി. പപ്പായുടെ കൂടക്കകത്ത് ഇട്ടേക്കാം. അയ്യോ, വേറെ കവറൊന്നും നമ്മൾ എടുത്തില്ലല്ലോ മാങ്ങ പറക്കാൻ. ഞാനൊരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. വലിയ മരത്തേന്ന് ഒരു സാധനം താഴോട്ട് ചാടിയിട്ടുണ്ട്. ചത്തോ? എന്തിയാ പപ്പാ? പട്ടോന്ന് ഇവിടോട്ട് വീണായിരുന്നു. വേണ്ട, അപ്പുപ്പത്താടിയായത്. വേണ്ട എന്നാ അപ്പൂപ്പ മണ്ടേ കയറി. മാങ്ങാ തിന്നാ വരുന്ന അതുകൊണ്ട് മലയണ്ണൻ. എനിക്ക് 10 മാങ്ങ കിട്ടി. അയ്യടാവേ. ഞങ്ങളിപ്പം നമ്മുടെ വീട് കൊണ്ട് അവിടെയാണേ. അവിടുന്ന് കയറി ഞങ്ങള് മലയിൽ വന്നേ. ഇവിടെ ഇതൊരു മാവ് നിറച്ച് മാങ്ങയുണ്ട് കണ്ടോ. 6-7 മാവുകളുണ്ട്. അപ്പുറത്തെ വശത്ത് ഒരു 10 മാവിൽ കുറഞ്ഞുണ്ട്. നമുക്ക് മുണ്ടനും കപ്പ മാങ്ങയും ചേലമാങ്ങയും ഒക്കെ ഉണ്ട്. എത്ര മാങ്ങ എണ്ണിപ്പറ, എത്ര മാങ്ങ കിട്ടിയെന്ന് എണ്ണിപ്പറ. 1 2 3 4 5 മാങ്ങ ഉണ്ടോ ഡോറക്കുട്ടിക്ക്? വേണ്ടട, ഇവിടെ ഒരു 6 മാങ്ങ കിടക്കുന്നു. അവിടെ നിന്റെ കാലിന് ചോട്ടി മാങ്ങ വന്നു. എല്ലാ മാങ്ങയും കുഞ്ഞിന്റെ കാലിൽ ചോട്ടി വന്നിട്ടുണ്ട്. അവിടെ താത്ത് വെക്ക്, പപ്പ കൂടക്കകത്ത് ഇട്ടോളും. നീറുണ്ട് കേട്ടോ, സൂക്ഷിച്ച് നിൽക്കണം. നീറുണ്ട്. ഇവിടെ കൊറേ മാവ്, കോലിഞ്ചി, പറങ്കാവൊക്കെ. വേണ്ട മാങ്ങ മാങ്ങ വേണ്ട. മാങ്ങ വേണ്ട. ചെത്തി തിന്നത് പച്ചയാ. നമുക്ക് സേത്തോട്ടി പോകുമ്പോ ആ അമ്മയ്ക്ക് കൊടുക്കാം. സേത്തോട്ടില് മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഒരു മാങ്ങ ഉണ്ട്. ഇതെന്തോ അപ്പൊ തേനീച്ചയാണോ കണ്ണീച്ചയാണോ? കണ്ണീച്ച എന്നാണ് കേട്ടോ ഇതിന് ഞങ്ങൾ പറയുന്നത്. കണ്ണീച്ചേ, ഹായ് കണ്ണീച്ച. ഈ മാവേൽ എങ്ങനെ കണ്ണീച്ച വന്നു? യോ കുഞ്ഞെ കൊണ്ടോ, നീ പോടാ കള്ള. ഞങ്ങൾ കേറി മണ്ടയിലെത്തി കേട്ടോ. അവക്ക് കിട്ടിയെന്ന് തോന്നുന്നു 2 എണ്ണം. പപ്പ കിട്ടിയിട്ടുണ്ട്. പപ്പ അത് ഞെറുക്കി കാണിക്കാം. പപ്പായ്ക്ക് 2 പറങ്ങാണ്ടി കിട്ടിയിട്ടുണ്ട്. പഴം നമ്മൾ താഴോട്ടോ എവിടോട്ടേലും എറിയും. ഏതാണ്ട് കടിച്ചതൊക്കെ കാണിച്ചേ. പറങ്ങാണ്ടി വല്ലതും ഉണ്ട്? പാറാൻ തിന്നതാ. പഴമൊന്നുമില്ല. പകുതി കാട്ടിലെ പാറാൻ അതൊക്കെ തിന്നിട്ട് പറങ്ങാണ്ടി മാത്രമേ ഇടും. ഇത് മാത്രമേ ഉള്ളൂ, മറ്റേത് പോയില്ലേ പപ്പ? മിസ്റ്റർ ഡോറബുജി, ഇത്രയായോ പറങ്ങാണ്ടി? ഇച്ചിരി ഉള്ളല്ലോ അപ്പ, വലിപ്പമില്ലല്ലോ. ചെറിയ പറങ്ങാണ്ടികളാട്ടോ. തോണ്ടടാ പറഞ്ഞോ. തോടാ പറങ്ങാണ്ടി തിന്നോണ്ടോ ഇങ്ങനെ. നീ ഈർത്തോ അത്? നീ ഈർത്തോ അത്? ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഈ പ്രാവശ്യത്തെ ഇച്ചിരിയേ ഉള്ളൂ. ഇതാണ്ട് പറങ്ങാണ്ടി കാണിച്ചേ. ഇച്ചിരിയേ ഉള്ളൂ. ഇത്രയും വലിപ്പേ ഉള്ളൂ. ഇതുകൊണ്ടൊന്നും കിട്ടത്തില്ല. പരിപ്പൊന്നും കാണത്തില്ല ഇതിനകത്ത് ഇല്ലേ?
വേണ്ടടാ ഇവിടെയും കിടക്കുന്നു. അപ്പൂപ്പന്താടി കയ്യ പൊട്ടി കുഞ്ഞിന്റെ കയ്യിൽ അപ്പൂപ്പന്താടി പൊട്ടി. പപ്പ അപ്പൂപ്പന്താടി നീ കാണിച്ചേ, കുഞ്ഞെ കാണിച്ചേ, അപ്പൂപ്പന്താടി കാണിക്കാൻ. ഞങ്ങൾക്ക് അപ്പൂപ്പന്താടി കിട്ടി ഗൈസ്. എന്നാ ഇത് പപ്പായി കൊടുക്കും. അപ്പൊ ഈ കരിയിലെല്ലാം നീക്കി നീക്കി നോക്കുവാണ്. പല കൊച്ചു പിള്ളേർക്കും ഇപ്പൊ ഈ ഒരു ഇങ്ങനൊന്നും പോകാൻ പറ്റത്തില്ലായിരിക്കും. എല്ലാവരും വീട്ടിൽ അടച്ചുവച്ച് കെട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ സമയത്ത്. നമ്മുടെ ദച്ചപ്പം കണ്ടോ, കാട്ടിക്കൂടി ചാടി മറിഞ്ഞ് നടന്നവരൊന്നും പറക്കുന്നുണ്ടോ അല്ലേടാ? അല്ല സൂപ്പർ അല്ലയോ? അപ്പൂപ്പന്താടിയൊക്കെ കണ്ടിട്ടില്ലാത്ത എത്ര പിള്ളേരുണ്ട്. ഞങ്ങളുടെ ദച്ചപ്പം അപ്പൂപ്പന്താടി കണ്ടു, പറിച്ചെടുത്തു. അപ്പൂപ്പന്താടി മൊത്തം പറിച്ചെടുത്തു. ആ പറങ്ങാണ്ടി എടുക്കാൻ പോയതാ കുഞ്ഞ്. കയ്യേലങ്ങ് കേറി. എന്റെ ദൈവമേ, മുറിഞ്ഞോ? എങ്ങനെ മുറിഞ്ഞു? ഇന്നലെ തേണ്ട ഈ ഈടി, ഞങ്ങളിവിടെ ഇതിന് കയ്യാലേക്ക് ഈടി എന്നാണേ പറയുന്നത്. ഈടിയെ കൂടെ കയറുന്ന സ്റ്റെപ്പ്, അത് വെറൈറ്റി സ്റ്റെപ്പാണ്. ഇത് കണ്ടോ, കല്ലിട്ടിട്ടുള്ള ഈ സ്റ്റെപ്പ്. ഇപ്പൊ ഇതൊന്നും ഇത്രയൊന്നും കാണാനേ കിട്ടത്തില്ല. കേറിക്കോ കേറിക്കോ. ആ നിങ്ങൾ കേറിട്ട് വേണം എനിക്ക് കയറാൻ. ആ കണ്ട അതേ കൂടെ അങ്ങനെ ചവിട്ടിയാണ് കല്ല്. കല്ലിപ്പൻ ഓടി നടന്ന് പറങ്ങാണ്ടി പറക്കി മടുത്തു. കാണിച്ചേ, രണ്ടെണ്ണം കാണിച്ചേ പറക്കിയത്. എത്രയാണോ എന്റെ ദൈവമേ, എത്രയാണോ പപ്പടയെ കൊടുത്തു. ഓക്കെ സാർ, 3 അല്ലേ? 3 ഞാൻ പപ്പടയെ കൊടുത്തേക്കാവേ. ഇതുകൊണ്ട് അവിടെയും കിടക്കും. ഇതുകൊണ്ട് പച്ചണ്ടി വേണ്ട. ഇതൊക്കെ ഏതാണ്ട് തിന്നതാ. കണ്ടോ കണ്ടോ, പഴമില്ല, അതുകൊണ്ട് തിന്നു. അങ്ങനെ നമ്മുടെ പറങ്ങാമഴ പെയ്യുന്നുണ്ട്. പപ്പ അത് കുലിക്കുമ്പോൾ പറങ്ങാമഴ പെയ്തു, പറങ്ങാമഴ പെയ്തു. കഷ്ടപ്പെട്ട് പറക്കുവോ എൻ്റെ ദൈവമേ. ഓ എൻ്റെ ദൈവമേ, ഇങ്ങനെ ആര് കഷ്ടപ്പെടും ഇല്ലയോ? ഓ ഞാനിവിടെ വീഡിയോ എടുക്കാൻ മാത്രം കഷ്ടപ്പെടാൻ 2 പേരുണ്ട് ഇവിടെ ഇല്ലയോടാ? പറങ്കിത്തോട്ടത്തിൽ പറങ്ങാണ്ടി പറക്കാൻ വന്ന ദച്ചപ്പൻ. പഠിക്കാൻ പറഞ്ഞാൽ ഇത്ര ഉത്സാഹമില്ല. പറങ്ങാണ്ടി പറക്കാൻ നോക്കിയാൽ എന്തൊരു ഉത്സാഹം, മത്സരിക്കാൻ പോകുന്ന പോലെ അവള്. പഴമാണോ കളയുന്നത് അതോ പറങ്ങാണ്ടിയാണോ കളയുന്നേ? കരോ? എന്ത് കരം? ഞാൻ ഈ പറങ്ങാമ്പഴം ഒന്ന് ടേസ്റ്റ് ചെയ്യാണ്ടോ. ഇതാണേ പറങ്ങാമ്പഴം, സൂപ്പറാ തിന്നാനേ, സൂപ്പറാ. ഒരു കമർപ്പുണ്ട്, എന്നാലൊരു മധുരം, അങ്ങനെയാണേ. പണ്ട് ഒത്തിരി കഴിക്കുമായിരുന്നു. സൂപ്പറാണ് പറങ്ങാമ്പഴം. ഇറക്കത്ത് നീ പിന്നെ അങ്ങനെ പോയി പിടിച്ചോ. അയ്യോ വീണു. കമ്പേ കുത്തി നടക്ക്. കമ്പേ പിടിച്ചോ പാപ്പാടെ. വീണു. ആ കമ്പേ പിടിച്ചോ. ഞാൻ ഇവിടുന്ന് ഇറങ്ങി വന്ന് നിന്റെ വണ്ടയിലിരിക്കും. വേഗം ഇറങ്ങാം. ആ കമ്പേ കുത്തി അമ്മൂമ്മ പോകുന്നതേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സൂപ്പർ ചാറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ ബൈ.